സുഹൃത്തുക്കളെ, ആരാണ് പൂരം കലക്കിയത്? പുതിയ തൃശ്ശൂർ പൂര വിവാദങ്ങൾ കൊഴുക്കുകയാണ്. നിലമ്പൂർ എം എൽ എ അൻവർ എം എൽ എ അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. അതിലൊന്ന് പൂരം കലക്കിയതിൽ അജിത് കുമാറിന് റോളുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. എന്തായാലും അത് പുതിയ തലത്തിലേക്ക് ചർച്ചകൾ നടത്തുന്നു. തൃശ്ശൂരിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച CPI നേതാവ് മുൻ മന്ത്രി VS സുനിൽകുമാർ അത് ശരിവെക്കുകയാണ്. പൂരം കലക്കിയത് പോലീസാണ് എന്ന നിലപാട് എടുത്ത് രംഗത്ത് വരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒന്നുകൂടി കടന്നാക്രമിച്ച് പറയുന്നു, RSSന്റെ ഒരു അഖിലേന്ത്യാ നേതാവുമായി തൃശ്ശൂരിൽ വെച്ച് അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ളത്. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഇതൊന്നുമല്ല നമുക്ക് പറയാനുള്ളത്. നമുക്ക് അതിനപ്പുറത്തേക്കുള്ള യുക്തിഭദ്രമായ ചില ചോദ്യങ്ങൾ ഈ വിഷയത്തോട് ചോദിക്കാൻ, ഈ പറഞ്ഞവരോട് ചോദിക്കാനുണ്ട്. അതിനു മുൻപ് ഇവർ പറയുന്ന കാര്യം എന്ത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇടത് ഹാൻഡിലുകളായ സോഷ്യൽ മീഡിയ, യൂട്യൂബിൽ പല ഹാൻഡിലുകളും ചൂണ്ടിക്കാണിക്കുന്നത് ഈ അജിത് കുമാറിൻ്റെ ബന്ധം തന്നെയാണ്. RSS ബന്ധമാണ്. അതായത് പിണറായി വിജയനിലേക്ക് അവരെത്തിക്കുന്നില്ല. RSS അജിത് കുമാർ ബന്ധം. അങ്ങനെ BJPക്ക് വേണ്ടി ഒരു അട്ടിമറി നടത്തി, അട്ടിമറി നടത്തി കൊടുക്കുന്നു അജിത് കുമാർ എന്ന ഹാൻഡിൽ. അതിനപ്പുറത്തേക്ക് VD സതീശൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അങ്ങനെ പോലീസ് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി BJP ബന്ധം അതിൻ്റെ ഭാഗമായിട്ടാണ് അട്ടിമറി നടത്തിയത്. പക്ഷേ അതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇടത് ഹാൻഡിലുകൾ പലരും വീഡിയോ ചെയ്യുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് അവർ മുഖ്യമന്ത്രി എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അതിലേക്കൊന്ന് രാഷ്ട്രീയമായി കണക്ട് ചെയ്യുന്നു, അല്ലാതെ അജിത് കുമാറിൻ്റെ RSS ബന്ധമോ അതിലേക്ക് കൊണ്ടുവരികയോ അല്ല എന്ന നിലയിലാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ എല്ലാത്തിനും കുറ്റമായി അജിത് കുമാറിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ BJPയുടെ പ്രതികരണവും വരുന്നുണ്ട്, അതിൽ അജിത് കുമാറിന് ബന്ധമില്ല എന്ന്. മാത്രവുമല്ല, അജിത് കുമാറിനെ ഇപ്പോൾ പെട്ടെന്ന് നീക്കാത്തതിന് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലാണ് എന്ന് പറയാതെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഇത്തരം ഹാൻഡിലുകൾ, ഇത്തരം വീഡിയോകൾ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിൽ ഈ പറയുന്നതിൽ കുറേ സഹമല്ലാത്ത പല കാര്യങ്ങളുണ്ട്. ഒന്ന്, സംസ്ഥാനത്ത് തീർച്ചയായും കേന്ദ്രത്തിൻ്റെ കീഴിലാണ് ഇത്തരം ഓഫീസേഴ്സ് വരുന്നത്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ചുമതലകളിൽ പല ചുമതലകളിലും നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്ന് ഈ കൂട്ടുകാർ എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത്? DGPയെ ആരാണ് തീരുമാനിക്കുന്നത്? DGPയെ തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. DGP റാങ്കിൽ ആരൊക്കെ വേണം എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ ശുപാർശ പരിഗണിച്ചുകൊണ്ട് കേന്ദ്രം തീരുമാനിക്കും. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവി ആരാകണം എന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, കേന്ദ്ര സർക്കാരല്ല. സംസ്ഥാനത്ത് ADGP ആർക്കൊക്കെ ക്രമസമാധാന ചുമതല കൊടുക്കണം, ആരൊക്കെ ഫയർഫോഴ്സിൻ്റെ ആരാകണം ഫയർഫോഴ്സ് മേധാവി, ആരാകണം ജയിൽ മേധാവി എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കീഴിലുള്ള സംസ്ഥാന സർക്കാരാണ്. നിങ്ങളെ പൊട്ടന്മാരാരെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ഇവിടെയാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. അതായത് അജിത് കുമാറിനെ ഇപ്പോൾ നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP ആക്കി നിയമിക്കുമ്പോൾ അത് തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തീരുമാനമാണ്. അല്ലെങ്കിൽ തീർച്ചയായും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. CPMനും ഒരു പരിധിവരെ ഈ സർക്കാരിലൊക്കെ ഇടപെടുന്നു എന്ന് പറയുന്നതുകൊണ്ട് അവർക്കും റോൾ ഉണ്ടാകും. ഇനി ഇല്ലെങ്കിൽ തന്നെ പിണറായി വിജയൻ അറിയാതെ, പിണറായി വിജയന് താല്പര്യമില്ലാതെ അജിത് കുമാറിനെ നിയമിക്കാൻ കഴിയില്ല. 2, ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കേന്ദ്രത്തിൻ്റെ അനുമതി ആവശ്യമുണ്ടോ? അങ്ങനെ അവരാണ് നീക്കം നടത്തുന്നത്, അവരെ സംരക്ഷിക്കാൻ നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമല്ലേ, പിണറായി വിജയനല്ലേ എന്ന സംശയമാണ് തോന്നുന്നത്. മുഖ്യമന്ത്രിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇയാളെ ആ പദവിയിൽ നിന്ന് മാറ്റാം. അതായത് അയാളുടെ ADGP റാങ്കിനെതിരെ എന്തെങ്കിലും അല്ല, ആ പദവിയിൽ നിന്ന് ADGP റാങ്കിൽ നിന്ന് അല്ലെങ്കിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയുണ്ട്. അതുതന്നെയല്ലേ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്, ഒരാളെയും വെച്ച് ഉറപ്പിക്കില്ല എന്ന്. അപ്പോൾ ഈ ഇടത് ഹാൻഡിലുകളായ സോഷ്യൽ മീഡിയ ചേട്ടന്മാർ പറയുകയാണ് അങ്ങനെയല്ല, മോളിൽ നിന്ന് രക്ഷിക്കുന്നു. മോളിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ഇനി രക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ പിണറായി വിജയൻ്റെ റോള് കൂടി ഉണ്ടല്ലോ. ഇല്ല, അത് പിണറായി വിജയൻ സമ്മതിക്കാതെ. കാരണം ഇത് നിങ്ങൾ പറയുന്ന ഈ ഫെഡറലിസം എന്നൊക്കെ പറയുമ്പോൾ അത് കേരളത്തിൻ്റെ കാര്യത്തിൽ, ഇത്തരം കാര്യത്തിൽ ഒരു തരത്തിലും ഇടപെടാൻ കേന്ദ്രത്തിന് കഴിയില്ല, ആരെ എവിടെ ഏത് സ്ഥാനത്ത് നിയമിക്കണം എന്ന കാര്യത്തിൽ. ഇനി വല്ല കേന്ദ്ര ഏജൻസിയൊക്കെ വന്ന് അന്വേഷിച്ച് അതിലെന്തെങ്കിലും സംരക്ഷണം നടത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് പറയാം. പക്ഷേ ഇപ്പോൾ എന്തായാലും സംസ്ഥാന മുഖ്യമന്ത്രി നിയമിച്ച DGP ആണ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ടീമാണ്, അദ്ദേഹം ഒരു ടീമിനെ ഉണ്ടാക്കി അവരാണ് അന്വേഷണം നടത്തുന്നത്. അതിൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച ടീമാണ്. അവരന്വേഷിച്ച് അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാം. വേണമെങ്കിൽ അന്വേഷണ വിധേയമായി ഇപ്പോൾ തന്നെ പദവിയിൽ നിന്ന് മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ തിയറി അങ്ങ് മാറ്റി നിൽക്കട്ടെ.
ഇനി നമ്മൾ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറയുമ്പോൾ തൃശ്ശൂർ പൂരം ഈ അജിത് കുമാർ ഇടപെട്ട് RSS മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി അട്ടിമറിച്ചു എന്ന് പറയുമ്പോൾ അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കില്ല എന്നുകൂടി മുഖ്യമന്ത്രി സംരക്ഷകരായ യൂട്യൂബേഴ്സ് പറയുമ്പോൾ, വീഡിയോ ചെയ്യുന്നവർ പറയുമ്പോൾ ഉയരുന്നൊരു പ്രധാനപ്പെട്ട സംശയമുണ്ട്. അതിന് നിങ്ങൾ ഉത്തരം പറയണം. സംസ്ഥാനത്ത് തീർച്ചയായും പലയിടത്തും പോലീസ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. പോലീസ് അവർക്കിഷ്ടമുള്ള പോലെ ഒരു SPയോ ADGP ഒക്കെ പലരും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ADGP ഭരണം തന്നെ പലപ്പോഴും പോലീസിൽ നടക്കുന്നതായുള്ള ആരോപണമുണ്ട്. വേണമെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ADGPക്ക് ഉണ്ടാക്കാം. ഇനി RSS നിർദ്ദേശപ്രകാരം തന്നെ അങ്ങ് ഉണ്ടാക്കി എന്നിരിക്കട്ടെ. അതിന് സുനിൽകുമാർ പറയുന്ന ചില തിയറികളുണ്ട്, അത് പിന്നെ പറയാം. അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് തന്നെ അങ്ങനെ ഒരു അട്ടിമറി നടത്തിയാൽ എവിടെയായിരുന്നു ഇപ്പോൾ CPI സ്ഥാനാർത്ഥിയല്ലേ VS സുനിൽകുമാർ? എവിടെയായിരുന്നു CPI മന്ത്രിയായ K രാജൻ? നമ്മൾ അക്കാലത്ത് ചെയ്തൊരു വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ സമയത്ത് ആ രാത്രിയിൽ ഈ പ്രശ്നമുണ്ടാക്കുമ്പോൾ സുരേഷ് ഗോപി അവിടെ ചെന്നു എന്നുള്ളതാണ് വലിയ ഗുരുതരമായ പ്രശ്നമായി ഇപ്പോൾ VS സുനിൽകുമാർ പറയുന്നു. എന്തുകൊണ്ടാണ് ഇതിനെല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ള മന്ത്രി K രാജൻ എവിടെയായിരുന്നു? അദ്ദേഹം ഈ പൂരം എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഏതാണ്ടാണ് അവിടെ എത്തുന്നത്. ഇനി അല്ലെങ്കിൽ 5:30ക്കാണ് എത്തുന്നത്. മന്ത്രി രാജൻ പറഞ്ഞിട്ട് കേൾക്കാത്തതാണോ? മാത്രമല്ല, ഈ വിഷയത്തിൽ പോലീസ് അട്ടിമറിച്ചു എന്ന് മന്ത്രി K രാജൻ പറയുന്നുമില്ല. അതായത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ സുനിൽകുമാറിനെ തോൽപ്പിക്കാൻ മന്ത്രി K രാജനാണ് ഇടപെട്ടത് എന്നുകൂടി പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇനി അതിനുമപ്പുറത്തേക്ക് അതുവരെ അന്ന് പകലൊന്നും കാണാത്ത സുരേഷ് ഗോപി അന്ന് രാത്രിയിൽ സേവാഭാരതിയുടെ എല്ലാം മറച്ചിട്ട് സ്ഥലത്ത് സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്ന് ഇറങ്ങി എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. സേവാഭാരതിയുടെ ആംബുലൻസിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം അന്ന് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം ആശുപത്രിയിൽ, അദ്ദേഹം സുഖമില്ലാതെ അന്നത്തെ ദിവസത്തിൽ ഒരിടത്തും പങ്കെടുത്തില്ല. അത് സുനിൽകുമാറും പറയുന്നത് സുഖമില്ലാതെ എന്ന് പറയുന്നില്ല, അന്ന് പകൽ ഒരു ഇലഞ്ഞിത്തറ മേള ഉൾപ്പെടെ ഒരിടത്തും പങ്കെടുത്തില്ല എന്നുള്ളത്. അത്രയും വയ്യാതെ കിടക്കുന്ന ഒരാൾ ആംബുലൻസിൽ വന്ന് ഇറങ്ങിയത് ഇത്ര ഗുരുതരമായ പ്രശ്നം ഉണ്ടാകുമ്പോൾ BJP നേതാക്കൾക്കൊപ്പം വന്ന് ഇറങ്ങുന്നത് അതിഗുരുതരമായ പ്രശ്നമാണോ എന്ന സംശയമാണ് ബാക്കി. ഇനി ഈ ചേട്ടന്മാരോട് തന്നെ, ഇത്തരം വീഡിയോ ചെയ്യുന്ന ചേട്ടന്മാരോട് തന്നെ ചോദിക്കുന്നത്, K രാജനെ പോലുള്ളവരെ, സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവരെ അവിടെ നിൽക്കുമ്പോൾ K രാജനെ പോലെ ഒരുപക്ഷെ സംസ്ഥാന മുഖ്യമന്ത്രി അടക്കം അറിയിച്ചുകൊണ്ട് DGP അറിയിച്ചുകൊണ്ട് തുടർ നീക്കങ്ങൾ നടത്താവുന്ന മന്ത്രി അവിടെ ഉള്ളപ്പോൾ അതിനെക്കാട്ടി വലിയ ആളാണോ RSS നേതാവ് വത്സൻ തില്ലങ്കേരി എന്ന ചോദ്യമാണ്. കാരണം ഇവർ പറയുന്നത് വത്സൻ തില്ലങ്കേരി ആ നാട്ടുകാരനല്ലാത്ത ഒരാൾ എങ്ങനെ അവിടെ വന്നു എന്ന്. ഈ തൃശ്ശൂർ പൂരം എന്താണ് എന്ന് പോലും അറിയാത്ത മനുഷ്യരാണെന്ന് തോന്നുന്നു ഇത്തരം വീഡിയോ ചെയ്യുന്നത്. കാരണം തൃശ്ശൂർ പൂരത്തിന് കേരളത്തിലെ എല്ലാ സ്ഥലത്തുനിന്നും ആളുകൾ വരുന്ന സ്ഥലം കൂടിയാണ്. ഇനി ഞാൻ പറയട്ടെ, വത്സൻ തില്ലങ്കേരി ഇങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി വന്നെങ്കിൽ തന്നെ മന്ത്രി K രാജനും സുനിൽകുമാറും ഒന്നും വിചാരിച്ചാൽ അവിടുത്തെ പൂരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ കഴിയില്ലേ? നിങ്ങൾ കാരണങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കും, കുറച്ചുകൂടി യുക്തിഭദ്രമായ ചോദ്യങ്ങൾ ഉന്നയിക്കണമെന്ന് മാത്രം താല്പര്യപ്പെടുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, സർക്കാർ സ്പോൺസേഡ് അട്ടിമറിയാണോ ഇത് എന്നുള്ള ചോദ്യം ബാക്കിയാണ്. അതായത് മുഖ്യമന്ത്രിക്കും ഇതിൽ റോളുണ്ടോ? മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞില്ലേ? മന്ത്രി K രാജൻ്റെ റോൾ എന്താണ്? ഇതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് MR അജിത് കുമാറിൻ്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള പരിപാടികൾ അത് യുക്തിഭദ്രമല്ല എന്ന് മാത്രം പറയുകയാണ്. അട്ടിമറി നടന്നിട്ടുണ്ട് എങ്കിൽ ഒരു സംശയമില്ല, താഴെത്തട്ടിൽ പോലീസിൻ്റെ ഇടപെടൽ മോശമായിരുന്നു. അത് അട്ടിമറി നടന്നിട്ടുണ്ട് എങ്കിൽ അതിന് മുഖ്യമന്ത്രി വരെയുള്ളവർ ഉത്തരം പറയേണ്ടതാണ് മിസ്റ്റർ VS സുനിൽകുമാർ എന്ന് മാത്രം പറയുകയാണ്. ഇടത് യൂട്യൂബേഴ്സിനോടും അത് തന്നെയാണ് പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. നന്ദി.